ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം തേടി റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം സഞ്ചരിച്ചു. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ തലപ്പിലേക്കെത്തി. അപ്പോഴാണ് ISROയുടെ 2 സാറ്റലൈറ്റ് ഇമേജുകൾ കൂടി ഇന്ന് പുറത്തു വന്നത്. റിൻസാറ്റിൻ്റെയും കാർട്ടോസാറ്റ് 3യുടെയും 2 ഉപഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ ചില കഥകൾ നമ്മളോട് പറയുന്നുവെന്ന് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ആ കഥ ഇതാണ്. ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശത്തിൻ്റെ കൃത്യമായ HD റെസൊല്യൂഷനുള്ള ചിത്രമാണ് റിൻസാറ്റിൻ്റെയും കാർട്ടോഗ്രാഫിൻ്റെയും ചിത്രങ്ങളിലുണ്ടായിരുന്നത്. അതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുണ്ടായിരുന്നു. സമാനമായൊരു ഉരുൾപൊട്ടൽ നടന്നിരുന്നു 1984-ൽ. ആ സ്ഥലവും പുതുതായിട്ട് ഉരുൾപൊട്ടിയ സ്ഥലവും തമ്മിൽ കുറച്ചു വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്ന് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പറയുന്നു. പഴയ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശം ഏകദേശം ഇവിടെയായി വരും. പുതിയ മണ്ണിടിച്ചിൽ നടന്നത് അതിന് തൊട്ട് സമീപത്താണ്. അഥവാ ഈ കാണുന്നതാണ് ക്രൗൺ ഓഫ് ദി ന്യൂ ലാൻഡ്സ്ലൈഡ്, പുതിയ ലാൻഡ്സ്ലൈഡിൻ്റെ കിരീടം എന്നർത്ഥം. ആ ഭാഗത്താണ് അത് വരിക. പ്രഭവ കേന്ദ്രം ഇവിടെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1550 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, പുഞ്ചിരിമട്ടത്ത്. ഏകദേശം അതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് 1984-ലും ഉരുൾപൊട്ടിയത് എന്നാണ് സാറ്റലൈറ്റ് ഇമേജ് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രദേശമാകെ ഒരു ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ ആണ് എന്നർത്ഥം. ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൻ്റെ വിവിധ പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള വിവിധ ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇതിന് തൊട്ടടുത്താണ് എല്ലാം നശിപ്പിച്ച് 2019-ൽ പൊട്ടിയിറങ്ങിയ പുത്തുമലയും. 86,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ഈ ഒഴുക്കിൽ ഒലിച്ചു പോയത്. മാത്രവുമല്ല 8 കിലോമീറ്ററോളം പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഈ ഉരുൾപൊട്ടിയാണ് ചൂരൽമലയിലേക്കും ഒപ്പം തന്നെ ചാലിയാറിലേക്കും ഉരുൾപൊട്ടലിൽ അവശിഷ്ടങ്ങൾ മൃതദേഹവുമായി എത്തിയത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഉദ്ഭവിച്ച്, അതായത് രാത്രി 1 മണിക്കും 4 മണിക്കും ഇടയിൽ, 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാവുന്നു. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ ഈ പ്രഭവ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങൾ പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്തെ അപ്പാടെ ഇല്ലാതാക്കി. പ്രേക്ഷകർ അറിയണം, മുണ്ടക്കൈ ഭാഗത്തേക്ക് അതിവേഗതയിൽ പാഞ്ഞു വരുന്ന വലിയ തടിക്കഷണങ്ങളും വലിയ പാറക്കല്ലുകളും മുണ്ടക്കൈയെ നാമാവശേഷമാക്കി. അവിടെ നിന്നും അതിവേഗം കുതിച്ചു പാഞ്ഞ് ചൂരൽമലയിലേക്ക് എല്ലാം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് സംഭവിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിൽ പുഞ്ചിരിമട്ടത്തിനും മുകളിലുള്ള വനപ്രദേശത്തിൻ്റെ ബോർഡറിൽ തുടങ്ങുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അതായത് 1984-ലെ ഉരുൾപൊട്ടിയ അതേ സ്ഥലത്ത് നിന്നും തൊട്ടടുത്ത് മാറി പുതിയ ഉരുൾപൊട്ടലുണ്ടാവുന്നു. അവിടെ നിന്നും കുതിച്ചു പാഞ്ഞ് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് പുഞ്ചിരിമട്ടത്തെ അപ്പാടെ വിഴുങ്ങി 41 മനുഷ്യരെയും ഇല്ലാതെയാക്കി മുണ്ടക്കൈയിലേക്കെത്തി. അവിടെയുള്ള 140 വീടുകളെയും തകർത്തെറിഞ്ഞ് അതിവേഗം പാഞ്ഞ് ചൂരൽമലയിലേക്കെത്തി. ഒരു ഗ്രാമത്തെയും അങ്ങാടിയും ഇല്ലാതാക്കി. അവിടെ നിന്ന് പലതവണ പലകുറി വഴിമാറി ഒഴുകി ചാലിയാറിലേക്കെത്തി നേരെ പോകുന്നത് നിലമ്പൂർ ഭാഗത്തേക്കാണ്. ഇതാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ റൂട്ട് മാപ്പ്. റിൻസാറ്റിൻ്റെയും കാർട്ടോഗ്രാഫ് 3യുടെയും ISROയുടെ സാറ്റലൈറ്റ് ഇമേജ് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒന്നാണ്: ഈ പ്രദേശം ലാൻഡ്സ്ലൈഡ് വൾണറബിൾ ഏരിയ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു തരത്തിലും നൽകാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കോ ഏതെങ്കിലും തരത്തിൽ പ്രളയ സാധ്യതയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ജലവിഭവ കമ്മീഷനോ ഏതെങ്കിലും തരത്തിൽ റെഡ് അലർട്ട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകാൻ, അതിതീവ്ര മഴയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനോ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം.